ഇന്ന് നമുക്ക് നല്ലൊരു ഉള്ളിപ്പക്കോട ഉണ്ടാക്കിയാലോ. അത് വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ഉള്ളിപ്പക്കോട തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോളയാണ്. അത് നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ് കേട്ടോ. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കിതിലോട്ട് 2 പച്ചമുളകാണ്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒന്ന് പൊടിയായി അരിഞ്ഞാണ്, അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അതും കൂടി നമുക്ക് ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്, അത് 1 ടീസ്പൂൺ കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നല്ലേ, ഇത് വളരെ വളരെ വ്യത്യാസമുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കണ്ടു നോക്കണം. ഇതിലോട്ട് ഞാൻ 1 കപ്പ് അളവിലാണ് കേട്ടോ കടലമാവ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ 1 കപ്പ് അളവിൽ മൈദയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ പത്തിരിപ്പൊടി, അതും കൂടി ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലോട്ട് നമുക്കിനി ആവശ്യത്തിന് എരിവ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 2 പച്ചമുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ എടുത്തിട്ടില്ല കേട്ടോ, അതിൽ താഴെ എടുത്തിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ സോഡാപ്പൊടി, ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിരുന്നു മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊക്കെ ഉള്ളിപ്പക്കോട ഉണ്ടാക്കുന്ന സമയത്ത് കടലമാവ് മാത്രമേ നേരത്തേക്ക് ചേർക്കാറുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഇതൊക്കെ ചേർത്തപ്പോഴാണ് നല്ല നമ്മുടെ കടയിലൊക്കെ കിട്ടുന്നത് എങ്ങനെ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കി ഉറപ്പായിട്ട് നമുക്ക് ചായക്കടകളിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിത് കിട്ടുക. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിപ്പക്കോടയുടെ പാകത്തിന് എങ്ങനെയാണ് വെള്ളം വേണ്ടതാണ് അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഒരുപാട് ലൂസ് ആവാനും പറ്റില്ല, അതേപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ആവാനും പറ്റില്ല കേട്ടോ. ഒരുപാട് ടൈറ്റ് ആയാൽ നല്ല ഹാർഡായിരിക്കും നമ്മുടെ ഉള്ളിപ്പക്കോട. ഒരുപാട് ലൂസ് ആവാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് ലൂസും അല്ല കട്ടിക്കോ അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് സ്പൂണും കൊണ്ട് കോരി ഇടാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒരു ചീനിച്ചട്ടിയിലോട്ട് എണ്ണ ചൂടാവാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കൈ കൊണ്ടുമാണ് ഉണ്ടാക്കേണ്ടത്, എനിക്ക് കൈ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇടാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പിയാണ്, അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ലൊരു ഉള്ളിപ്പക്കോടയാണ് കേട്ടത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിപ്പക്കോടയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാവർക്കും നല്ലൊരു ചമ്മന്തി അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി കട്ടൻ ചായയൊക്കെ കിട്ടുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ് കേട്ടോ. ചായക്കടിക്ക് വേറെ എവിടെയും പോകേണ്ടി വരില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഉള്ളിപ്പക്കോട കുറച്ചുകൂടി കളറൊക്കെ വേണം, അങ്ങനെയൊക്കെ ചിലവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്താൽ മതി കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിപ്പക്കോട അതവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് നിന്ന് കോരി മാറ്റാം. അപ്പോൾ അത് നമ്മുടെ ഒരു സെറ്റ് ഇതവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ബാക്കിയുള്ള മാവ് വെച്ച് കംപ്ലീറ്റ് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പുറമേ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് വെച്ചിട്ട് പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ചിട്ടും അതേപോലെ തന്നെ നമ്മൾ പാർസലൊക്കെ വാങ്ങിച്ചിട്ട് വരാറുണ്ട് അല്ലേ. ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഒരുപാട് സോഡാപ്പൊടിയൊന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാറുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിപ്പക്കോട ഇത്രയുള്ള ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെ കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. ഇത്രയേ ഉള്ളൂ. എങ്കിൽ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.